പണപ്പയറ്റ് കണ്ണൂരിന് പരിചയമുള്ള വാക്കാണ്. വിവാഹമടക്കമുള്ള ആവശ്യങ്ങൾക്ക് പണം സമാഹരിക്കുന്ന അനൌദ്യോഗിക സാമ്പത്തിക ഇടപാടാണ് പണപ്പയറ്റ്. കണ്ണൂർ പേരാവൂരിൽ പുസ്തകപ്പയറ്റ് നടത്തി വ്യത്യസ്തരായിരിക്കുകയാണ് ഒരു സംഘം ആളുകൾ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എന്നാൽ ഇന്നത്തെ തലമുറ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ മറ്റൊരു തലത്തിലേക്ക് വായനയെ എത്തിക്കുകയും വായിച്ചു വളരുകയും ചെയ്യുന്നു. എങ്കിൽ പോലും പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതും ഇഷ്ടം തോന്നുമ്പോൾ വായിക്കുന്നതും വേറെയൊരു അനുഭവമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പേരാവൂർ കൂനിത്തനയിൽ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പുസ്തകപ്പയറ്റ്. പുസ്തകങ്ങളുമായി വരുന്നവർക്ക് ചായയും പലഹാരങ്ങളും നൽകി വേറിട്ട രീതിയിലാണ് പുസ്തകപ്പയറ്റ് നടത്തിയത്. നിധി പോലെ കാണുന്ന പുസ്തകങ്ങളെ പലർക്കും വിട്ടുകൊടുക്കാൻ മടിയാണെന്നും പഴമക്കാർക്ക് പരിചിതമായ പയറ്റ് എന്ന വാക്ക് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തുകാരൻ TG മനോജ് കുമാർ പറഞ്ഞു. പുസ്തകങ്ങൾ കൊണ്ടുവരിക, രജിസ്റ്റർ ചെയ്യുന്നു. പുസ്തകങ്ങൾ എല്ലാവർക്കും കൈവിട്ട് കൊടുക്കാൻ മടിയാണ്. അപ്പോൾ കുറെ കാലമൊക്കെ എനിക്ക് തന്നെയാണ് പുസ്തകങ്ങൾ കൈവിട്ട് കൊടുക്കാൻ ഭയങ്കര. നമ്മൾ ഇതുപോലെ പലയിടത്തും ശേഖരിച്ച പുസ്തകങ്ങളായിരിക്കും. ഓരോ പുസ്തകത്തിൽ ഓരോ കഥ പറയാനുണ്ടോ, ഇത് എവിടെ നിന്ന് മേടിച്ചു, ഏത് സാഹചര്യത്തിൽ മേടിച്ചു. കാരണം പുസ്തകങ്ങളൊക്കെ വളരെ വില കൂടിയ സാധനങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഏകദേശം ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഈ പുസ്തകം ഇപ്പൊ നേരത്തെ രൂപ പറഞ്ഞ പോലെ പുസ്തകങ്ങളൊന്നും കുട്ടികളല്ല വായിക്കുന്നത്. അവരിപ്പോ മൊബൈലിലോട്ട് അവർക്ക് വായിക്കണം എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് വേറെ മീഡിയസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഈ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അക്ഷരം മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം അത് പുസ്തക വിൽപ്പനക്കാർ മാത്രം അക്ഷരം മരിക്കുന്നു അല്ലെങ്കിൽ വായന മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വായിക്കുന്നവർ ഇഷ്ടം പോലെ വായിക്കാറുണ്ട്. പണ്ടുകാലങ്ങളിൽ കല്യാണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പണം സമാഹരിക്കുന്നതിനായാണ് ഇത്തരത്തിൽ പയറ്റ് നടത്തിയിരുന്നത്. വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോ പുസ്തകങ്ങളും ഓരോ അനുഭവങ്ങളാണ്. അതിനാൽ പുസ്തകപ്പയറ്റ് എന്ന ആശയം വ്യത്യസ്ത അനുഭവമായി മാറി. പരിപാടിയിലൂടെ ഗ്രന്ഥാലയത്തിന് 200ഓളം പുസ്തകങ്ങൾ ലഭിച്ചു. പുസ്തകങ്ങൾ ആർട്ടിസ്റ്റ് ജയൻ ഏറ്റുവാങ്ങി. വായന എവിടെയും മരിക്കുന്നില്ല, കാലത്തിനനുസരിച്ച് മാറുകയാണ് ചെയ്യുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.